എറണാകുളം കാക്കനാട് കൈപ്പട മുകളിലെ ഹുണ്ടായി ഷോറൂമിലാണ് തീപിടുത്തമുണ്ടായത്. ഷോറൂമിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കത്തിയ നിലയിൽ. ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി തീയണയ്ക്കാൻ ശ്രമം തുടരുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ രേണുക ചേരുന്നുണ്ട്. രേണുക, വൻ തീപിടുത്തമാണോ ഉണ്ടായത്? എങ്ങനെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയോ? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? നിലവിൽ ഹരിത ഇപ്പോൾ തീ അണയ്ക്കുന്ന ഒരു ഏർപ്പാടിലേക്ക് അല്ലെങ്കിൽ തീ പൂർണ്ണമായും അണച്ചു കടത്താനുള്ള തിരക്കിലാണ് ആ ഫയർഫോഴ്സ് സംഘം. 3 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം എത്തിയാണ് ഇപ്പോൾ ഹുണ്ടായി ഷോറൂമിന്റെ തീ കെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ തീ പടർന്ന ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ സമീപത്തൊരു വീടുണ്ടായിട്ടുണ്ട്. ആ വീട്ടിൽ ചിലപ്പോൾ വേസ്റ്റുകൾ, ചവറുകൾ തീയിട്ടതിൽ നിന്നും പടർന്നതാവാം. അതോടൊപ്പം തന്നെ ഈ ഹുണ്ടായി ഷോറൂമിൽ തന്നെ ഈ വേസ്റ്റുകൾ, ഈ മറ്റു പല വേസ്റ്റുകളും, പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ നിലവിൽ ഈ 2 സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയാൻ കഴിയുക. ഈ 2 സാഹചര്യങ്ങളിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ തീ ഇവിടെ പടർന്നത് എന്നതാണ് തൃക്കാക്കര ഫയർഫോഴ്സ് സംഘം ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. നിലവിൽ ഇതാണ് ഒരു പ്രാഥമിക നിഗമനം എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ടില്ലെന്ന് തന്നെയാണ് ഈ ഹുണ്ടായി ഷോറൂമിലുള്ളവരും അതോടൊപ്പം തന്നെ പോലീസുകാരും പറയുന്നത്. നിലവിലെ ഒരു പ്രാഥമിക ലക്ഷ്യം ഈ തീ പൂർണ്ണമായും അണയ്ക്കുക എന്നതാണ്. ഈ ഷോറൂമിന്റെ പുറകുവശത്താണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. പുറകുവശത്തെ ഒരു ഭാഗം മുഴുവനായി ഇപ്പോൾ പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ്. കാർബോർഡ് പെട്ടികളടക്കമാണ് കൂടുതൽ കത്തി നശിച്ചിരിക്കുന്നത്. തീ ഏറെക്കുറെ നിയന്ത്രണ വിധേയമാക്കാനുള്ള തിരക്കിലാണ് ഇവിടെ ഫയർഫോഴ്സ് സംഘവും. എറണാകുളം കളമശ്ശേരി കാക്കനാട് റോഡിലേക്ക് പോകുന്ന ഹുണ്ടായി കാർ സർവീസ് ഷോറൂമിൽ വെച്ചാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. സർവീസിനെത്തിയിരിക്കുന്ന കാറുകൾക്കൊന്നും നിലവിൽ യാതൊരു അപായം അല്ലെങ്കിൽ കാറുകളൊന്നും കത്തിയ നിലയിൽ കണ്ടെത്തിയിട്ടില്ലെന്ന് തന്നെയാണ് തൃക്കാക്കര ഫയർഫോഴ്സ് സംഘം ഉദ്യോഗസ്ഥനും വ്യക്തമായിരിക്കുന്നത്. കാർബോർഡുകളിലും തീ പടർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാറിന്റെ ബോണറ്റ് പാർട്സുകളും ഈ ഓയിൽ സംവിധാനങ്ങളും ഓയിൽ മാറ്റുന്ന വസ്തുക്കളും ഇതിലൊക്കെയാണ് പെട്ടെന്ന് തീ പടരാൻ സാഹചര്യമുള്ള വസ്തുക്കളെല്ലാം സമീപത്തുണ്ടായിരുന്നു. ബോണറ്റ് പാർട്ടുകൾ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ ഓയിലുകൾ, കാറിനേക്ക് ആവശ്യമായ ഓയിലുകൾ, അതിലുപയോഗിക്കുന്ന തുണിത്തരങ്ങൾ, ഇതെല്ലാം ആളിക്കത്തിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഈ ഷോറൂമിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഭാഗത്ത് തീ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. മറ്റ് കാർഡ്ബോർഡുകളും വെച്ചും അതിൽ നിന്നും പടർന്നതാവാനും ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ സമീപത്തായ ഒരു വീട് കൂടിയുണ്ട്. അവിടെയും വേസ്റ്റുകൾക്ക് തീയിട്ടതായി പറയുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ. അപ്പം അതിൽ നിന്നും സ്പാർക്കിംഗ് അല്ലെങ്കിൽ തീപ്പൊരികൾ പടർന്ന് വീണതാവാമെന്നും പറയുന്നുണ്ട്. നിലവിൽ ഇവരുടെ പവർ സപ്ലൈ, ഈ ഹുണ്ടായി ഷോറൂമിൻ്റെ ഇവിടെയുള്ള പവർ സപ്ലൈ പൂർണ്ണമായും നശിച്ചിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇപ്പോൾ കാർഡ്ബോർഡ് പെട്ടികൾ പുകയുകയാണ്. അപ്പോൾ അതിനെ പൂർണ്ണമായും ഈ ഒരു തീ അണയ്ക്കണം എന്നൊരു ഉദ്ദേശത്തോടു തന്നെയാണ് ഈ കാർബോർഡ് പെട്ടികളുടെ തീയൊക്കെ അണയ്ക്കുന്നത്. ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. ഒരു യൂണിറ്റ് ഉള്ളിലെത്തി തീ നിയന്ത്രണ വിധേയമാക്കുന്ന തിരക്കിലാണ്. അതോടൊപ്പം തന്നെ പുറമേയുള്ള കാർഡ്ബോർഡുകൾ കത്തി ഇങ്ങനെ പുകയുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ അന്തരീക്ഷം മുഴുവനായും ഒരു കടുത്ത ഒരു പുക ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിലവിലുള്ള പുറമേയുള്ള തീകളും അടയ്ക്കുകയാണ്. ഉള്ളിലൊരു സംഘം എത്തി തീ പൂർണ്ണമായും അണയ്ക്കുന്ന ശ്രമം. ഈ കാർഡ്ബോർഡ് പെട്ടികൾ ഓരോന്നായി മാറ്റുമ്പോൾ പോലും അതിൻ്റെ അടിയിൽ നിന്നും തീ കാണാൻ കഴിയുന്നുണ്ട്. പൂർണ്ണമായും അതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും തീ ആളിക്കത്തുകയാണ്. ഓരോ കാർഡ്ബോർഡ് പെട്ടികൾ നിരീക്ഷിക്കുമ്പോഴല്ലെങ്കിൽ കാർഡ്ബോർഡ് പെട്ടികൾ മാറ്റുമ്പോഴാണ് തീ കൂടുതൽ ആളിക്കത്തുന്നത്. നിലവിൽ പൂർണ്ണമായും ഈ തീ അണയ്ക്കുന്ന ഒരു തിരക്കിലാണ് ഹരിത. ശരി, രേണുകയാണ് വിവരങ്ങൾ സ്ഥലത്ത് നിന്നും നൽകിയത്.